ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ചിക്കനും ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, ചീസൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ചെറിയ ഉള്ളി, ഒരു ക്യാപ്സിക്കം, രണ്ട് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി, കുറച്ച് ക്യാബേജും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും. അധികം സമയമൊന്നും എടുക്കൂല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ആ സെയിം പാനിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി ഒഴിച്ച് തക്കാളി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വെജിറ്റബിൾസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ ഇത് വല്ലാണ്ട് അങ്ങ് വാടിപ്പോകും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് തക്കാളിയും മല്ലിയില ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 2 സമൂസേൻ്റെ ഷീറ്റ്സ് എടുത്തിട്ട് ഇതേപോലെ സ്ക്വയറായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുവിൽ ഇതേപോലെ ഫില്ലിങ് വെച്ചിട്ട് ഓരോ സൈഡിൽ ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിൽ മൈദൻ്റെ പേസ്റ്റ് കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അതവിടെ നല്ലോണം ഒട്ടി നിന്നോളും. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ചീസി ബോക്സ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ബാക്കിയും കൂടി അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചീസി ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.